വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്ക് ആൻഡ് ട്രീ. ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? കൂടെ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചവർ കൈവിടുമ്പോൾ, സ്നേഹിച്ചവർ അകലുമ്പോൾ, അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിൽ ആരും സഹായിക്കാനില്ലാതെ നിൽക്കുമ്പോൾ, ആ നിമിഷങ്ങളിൽ നമ്മൾ ചോദിക്കാറുണ്ട്, ഇനി എനിക്ക് ആരാണ് ഉള്ളതെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് നമുക്കുള്ള ഏറ്റവും വലിയ മറുപടി പൗലോസ്ലീഹയുടെ വാക്കുകളിലുണ്ട്. ലോകം മുഴുവൻ നമുക്കെതിരായാലും നമ്മുടെ ഹൃദയമിടിപ്പിനേക്കാൾ അടുത്തായി നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ഒന്നിനും കീഴ്പ്പെടുത്താനാവാത്ത, ആർക്കും തടയാനാവാത്ത ആ ക്രിസ്തുവിൻ്റെ സ്നേഹം. പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള തിരുവചനം ദൈവസ്നേഹ പാരമ്യത്തെക്കുറിച്ചാണ്. ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും, അത് രോഗമാകട്ടെ, തകർച്ചയാകട്ടെ, ഒറ്റപ്പെടലാകട്ടെ, ഒന്നു മാത്രം ഓർക്കുക: ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ സ്നേഹത്തെ നങ്കൂരമിട്ടാൽ ലോകത്തിലെ ഒരു കാറ്റിനും നമ്മളെ തകർക്കാനാവില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ, അങ്ങയുടെ അളവറ്റ സ്നേഹത്തിനായി ഞാൻ നന്ദി പറയുന്നു. ലോകത്തിൻ്റെ വെല്ലുവിളികൾക്ക് മുമ്പിൽ തളരുമ്പോൾ അങ്ങയുടെ സ്നേഹം എനിക്ക് കവചമാകട്ടെ. അങ്ങയുടെ സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതത്തിലെ ഓരോ കുരിശും പുഞ്ചിരിയോടെ വഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.